ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഒരു അരക്കിലോ മട്ടൻ, അരക്കിലോയിലും കുറച്ചുകൂടി കൂടുതലുണ്ട് മട്ടൺ ഉണ്ട് ഇത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കുക്കറിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മതി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതി. കൂടാതെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കൂടാതെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഫ്ലേവർ ഇതിന് കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഇത്രയും മാത്രം ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ കുഴച്ച് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലേ, കാരണം മട്ടൻ്റെ അകത്തൊക്കെ വെള്ളമുണ്ട്. ചിക്കൻ ആണെങ്കിൽ പോലും അതിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ കുഴച്ച് ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഇതാ ഞാനിവിടെ കുക്കർ അടച്ചിട്ടുണ്ട്, ഗ്യാസ് ഓൺ ചെയ്ത്. ഇനി ഇതൊരു 4 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് ഉള്ളി വറുത്ത് വെച്ചതാണ്. ഞാനിതിങ്ങനെ ഒന്നിച്ചിട്ട് വറുത്ത് ഒരു 5-10 ഉള്ളി അല്ലെങ്കിൽ 1 കിലോ 2 കിലോ ഒക്കെ ഇങ്ങനെ വറുത്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ വറുത്ത് വെച്ച ഉള്ളിയാണിത്. കുറച്ച് ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിയും വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. അഥവാ ഇത് ഒന്ന് ഇങ്ങനെ ഇതായ പോലെ ഉണ്ടെങ്കിൽ എന്താ പറയുക, ഫ്രിഡ്ജിൽ വെക്കുന്നതല്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊന്ന് വേണമെങ്കിൽ അടുപ്പത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിങ്ങനെ പൊടിച്ചെടുക്കാം. ഇത് ഞാനിങ്ങനെ ഒരുപാട് വറുത്തിട്ടല്ല, കുറച്ചൊന്നൊരു മീഡിയം ഇതിൽ വറുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് വേണമെങ്കിൽ ചൂടാക്കിയെടുക്കാം, ഇല്ലെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുത്ത് വയ്ക്കാം. ഈ ചീനച്ചട്ടിയിൽ നിന്ന് ഞാനിതാ മുന്തിരി വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3 ഉള്ളിയാണ്, വലിയ 3 ഉള്ളിയാണ്. ഞാനിത് നെയ്യിൻ്റെ അകത്താണ് വറുക്കുന്നത്. ഉള്ളി ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കുറച്ചൊരു ചുവന്ന കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് സ്മാഷാക്കി എടുക്കുക. അങ്ങനെ നന്നായിട്ട് ഉള്ളി ഇങ്ങനെ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടണം നമുക്ക്, അതുപോലെ ആക്കി എടുക്കുക. ഇതിലേക്ക് നമുക്ക് നമ്മളുടെ തക്കാളി 2 ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ 2 തക്കാളി. ഇതും കൂടി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് തക്കാളിയൊന്നും കാണാത്ത വിധത്തിൽ ആയി വരണം. നമുക്ക് അടച്ച് വയ്ക്കാം. ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. എന്താ നന്നായിട്ട് ഉടച്ചെടുക്കാം. തക്കാളി ഒന്നും ഇങ്ങനെ കാണാൻ പാടില്ല, അങ്ങനെ ഉടച്ചെടുക്കാം ആ വിധത്തിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂണാണ് ഇടുന്നത്, കാരണം ഒരു 10 വെളുത്തുള്ളിയും മല്ലിയും, ഒരു ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും, പിന്നെ ഇതൊരു 5-6 പച്ചമുളകാണ് ഞാൻ, കാരണം കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് അത്ര എരിവെല്ലാം ഇതിന് കണക്കാക്കിയാണ് പച്ചമുളകൊക്കെ എടുത്തത്. അതിപ്പോൾ ഒരു 3 സ്പൂൺ ഉണ്ടായിരുന്നു, 4 സ്പൂണോളം ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് മട്ടണിലേക്ക് ചേർത്ത് ബാക്കി ഇപ്പോൾ ദാ ഇതിലേക്കും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അതിപ്പോൾ ഇവിടെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2 സെക്കൻഡ് നന്നായിട്ട് ഇളക്കി കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിയനയില ചേർത്ത് കൊടുക്കാം. പുതിയനയില കുറച്ച് മതി കേട്ടോ. എപ്പോഴും ബിരിയാണിക്ക് പുതിയനയില ഞാൻ കുറച്ചേ ചേർക്കാറുള്ളൂ. മല്ലിയില കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. ഇത് മല്ലിയിലയാണ്. കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ബാക്കി ഇതിൽ ചേർത്ത് കൊടുക്കാം. കൂടാതെ ഞാനിവിടെ കസ്കസ് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്പൂണ് കസ്കസ് അരച്ചതാണ്. അതുകൂടി ഇതിൽ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കാരണം മട്ടനിൽ ചേർത്തിട്ടുണ്ട്, എന്നാലും ഉള്ളിയിലൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എരിവ് പിന്നെ നോക്കിയിട്ട് ചേർക്കുക. കാരണം പച്ചമുളകിനൊക്കെ നല്ല എരിവ് ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കുറയ്ക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മളെ ഉള്ളി വറുത്തത് കൈകൊണ്ട് പൊടിച്ച് വെച്ചതാണിത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടാതെ ചെറുനാരങ്ങ നീര് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് പുളിയൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് മട്ടൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മട്ടനിനകത്തേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. മട്ടനൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി മസാലയും തൈരും ഇതെല്ലാം ഒന്ന് പിടിക്കുന്ന വരെ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കുക. ഉപ്പ് നോക്കണം. ഉപ്പ് ഞാൻ മട്ടനിലിട്ടതാണ്, ഇതിനകത്തേക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ചെറുതായിട്ട് അടച്ച് വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് റൈസിനുള്ള പണി നോക്കാം. ഞാനിപ്പോൾ ഒരു റൈസ് കുക്കറിലാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരുവത്തിൽ ചെയ്താലും മതി. അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ് ചേർത്ത് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഒന്ന് ഒത്തിരി അങ്ങ് ചുവപ്പ് കളറാവൊന്നും വേണ്ട, അതുപോലെ വഴറ്റിയാൽ മതി. ഇത് നെയ്യിൽ തന്നെ വഴറ്റണേ. ഇതിൽ ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. 2 ഏലക്കായി, ഒരു ചെറിയ കഷ്ണം, 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, അത്രയേ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ അരി കഴുകി ഊറ്റി വെച്ച അരി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിത് കൈമ റൈസാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ ചില അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതി. ഞാനിത് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ പാകത്തിന് വെള്ളവും ചേർത്ത് അരി നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് വെള്ളം ചേർക്കുക. എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കുക. ഒന്ന് വേവുന്ന സമയത്ത് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് കൊടുക്കുക. ഇത് പകുതി വെന്ത് കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തമ്മിൽ അരിയൊന്നും ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി റൈസ് വേവുന്ന വരെ വയ്ക്കാം. റൈസ് വെന്തോന്ന് ഇനി നോക്കാം. നല്ലോണം അടച്ചു വെച്ചതിന് ശേഷം നമ്മളുടെ മസാല എന്തായെന്ന് നോക്കാം. ആ സമയം കൊണ്ട് മസാലയെല്ലാം നല്ല പാകമായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ വെന്ത റൈസ് മുകളിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതല്ലാതെ നിങ്ങൾക്ക് വേറെ പാത്രത്തിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് നല്ലൊരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ വേറെ പാത്രത്തിലാണെങ്കിൽ കുറച്ച് ചിക്കനായാലും മട്ടനായാലും, അപ്പോൾ ഈ മട്ടനാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മട്ടൻ ചേർത്തതിന് ശേഷം ഗ്രേവി ചേർത്തതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വറുത്തത്, പിന്നെ കുറച്ച് ഉള്ളി വറുത്തത്, ചോക്ക വറുത്തത് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ റൈസും മട്ടനും കൂടി ചേർത്ത് അങ്ങനെ 2-3 ലെയറായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ റൈസ് ചേർത്ത് കൊടുത്ത് മല്ലിയില, പുതിനയില, മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്ത് കിസ്മിസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉള്ളിയും കൂടി വറുത്തത് ചേർത്ത് ഇങ്ങനെ തന്നെ 2-3 ലെയറായിട്ട് നമുക്ക് നമ്മളുടെ ബിരിയാണി സെറ്റ് ചെയ്തെടുക്കുക. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുങ്കുമപ്പൂവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇടണമെങ്കിലോ കളറ് ചേർക്കണമെങ്കിലോ ഒക്കെ ഇപ്പോൾ ചെയ്യാം. ഇത് പക്ഷേ നമ്മൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് നെയ്യ് കുറച്ച് സൈഡിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഒരു ലെയറും കൂടി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റൈസും കൂടി ചേർത്ത് അതിൻ്റെ മേലെ ഇതേപോലെ തന്നെ മല്ലിയിലയും പുതിന ഇലയും മുന്തിരി എല്ലാം ചേർത്ത് നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒന്ന് ആവി കയറി വരണം. ആവി കയറി വരാൻ നമുക്ക് ഇതിനകത്ത് ഒരു പഴയ തവ കണ്ടോ അടിയിലിങ്ങനെ വെച്ച് കൊടുക്കുക. കുറേ പഴയ തവയാണിത്. ഇത് ഞാൻ ബിരിയാണിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് വെച്ച് അതിൻ്റെ മേലെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് എല്ലാം റെഡി ആയിട്ടിരിക്കും. കണ്ടോ, തുറന്ന് നോക്കാം. നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ബിരിയാണിയാണ്, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അടുത്ത റെസിപ്പി ആയിട്ട് ഉടനെ വരാം.